ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടർബോ കാർസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ബ്രാൻഡാണ് മാരുതി സുസുക്കി. ജപ്പാൻ വാഹന നിർമ്മാണ കമ്പനിയാണ് സുസുക്കി മോട്ടോഴ്സ്. ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനിയാണ് മാരുതി ഉദ്യോഗ് ലിമിറ്റ്. 1981 ഫെബ്രുവരിയിലാണ് മാരുതി സുസുക്കി എന്ന കമ്പനി ഉണ്ടാകുന്നത്. 1982 ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് മാരുതി സുസുക്കി അതിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ചെറിയ കാലം കൊണ്ട് മാരുതി സുസുക്കി ഇന്ത്യയിലെ ഒരു ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയായി വളർന്നു. മാരുതി സുസുക്കിയുടെ ആദ്യത്തെ വണ്ടിയായിരുന്നു മാരുതി 800. 1983 ഒരു ട്രെൻഡ് സെറ്ററായിരുന്നു മാരുതി 800. യൂസർ ഫ്രണ്ട്ലിയും മൈലേജുമാണ് എക്കാലത്തെയും ജനപ്രിയ മോഡലാക്കി മാരുതി 800നെ മാറ്റാനുള്ള ഒരു കാരണം. മാരുതി സുസുക്കി അതിൻ്റെ സിമ്പിൾ ഡിസൈനിലും അഫോർഡബിൾ പ്രൈസിലും ലോ മെയിൻ്റനൻസിലുമാണ് പ്രാധാന്യം നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയിൽ വലിയൊരു വിജയമായി തീർന്നു. 1993 മാരുതി സെൻ ഇറങ്ങുന്നത്. പിന്നാലെ ജിപ്സിയും അങ്ങനെ പലതരങ്ങളിലുള്ള വാഹനങ്ങളും മാരുതി ഇറക്കി. 2005 മാരുതി സുസുക്കിയുടെ മൈൽ സ്റ്റോൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു വാഹനമായിരുന്നു സ്വിഫ്റ്റ്. സ്വിഫ്റ്റിൻ്റെ സ്ലിംഗ് ഡിസൈനും ശക്തമായ പെർഫോമൻസും മികച്ച ഫീച്ചേഴ്സും യൂസർ ഫ്രണ്ട്ലിയും ആയതുകൊണ്ട് തന്നെ ഈ സ്വിഫ്റ്റ് വലിയൊരു വിജയമാകുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാരുതി സുസുക്കി വിത്താര ബ്രസ ZDI+ എന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടീനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഈ വണ്ടിക്ക് ഒരു അടിപൊളി ലുക്കും എല്ലാം നൽകുന്നത് ഇതിൻ്റെ ഡിസൈൻ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ എക്സ്റ്റീരിയർ നമുക്ക് കാണാം. അപ്പോൾ ഈ ഗ്രില്ല് നല്ല ഒരു ഡിസൈൻ അടിപൊളിയായിട്ടുള്ളൊരു മെറ്റൽ വെച്ചിട്ടാണ്. ഈ ഗ്രില്ലിൻ്റെ പേരാണ് ബോൾട്ട് ഗ്രിൽ എന്നാണ് ഇതിനെ പറയുക. അതുകൂടാതെ തന്നെ ഇവിടെ ആ ഒരു ബാഡ്ജിങ്, സുസുക്കിയുടെ ലോഗോ വെച്ചിട്ടുള്ളൊരു ബാഡ്ജിങ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബോൾട്ട് ഗ്രില്ലും ഹെഡ്ലൈറ്റും ഇതിന് ഡൈനാമിക് അലോയ് വീലും ആണ് ഇതിനൊരു പ്രീമിയം ഫീൽ നൽകുന്നത്. ഇത് 2016 മോഡൽ ZDI+ എന്ന ബ്രസയുടെ വണ്ടിയാണ്. അതുകൂടാതെ തന്നെ ഇതിന് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇതൊരു ഡീസൽ വേരിയൻറ്റ് വണ്ടിയാണ്. അതുകൂടാതെ തന്നെ ഇത് ഡബിൾ ഷെയ്ഡഡ് വണ്ടിയാണ്. അതായത് റെഡും ബ്ലാക്കുമാണ് ഒരു അടിപൊളി ഇതിനൊരു ലുക്ക് നൽകുന്നത്. LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ്, പിന്നെ ഫോഗ് ലാമ്പ്, ഇതൊക്കെ നൈറ്റ് ഡ്രൈവിംഗ് അടിപൊളിയാക്കുന്നു. ഇതിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ഡയമണ്ട് കട്ട് അലോയ് വീൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് കാണാം. ഇതിൻ്റെ ഒരു പ്രീമിയം സീറ്റുകളും ഡാഷ്ബോർഡ്സും അതുകൂടാതെ തന്നെ ഹെഡ് സ്പേസും ലെഗ് സ്പേസും ആണ് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറുകളുടെ പ്രത്യേകത. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ പ്രത്യേകത നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്ന നേരത്ത് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്കിത് പൊക്കവും താത്തവും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ലിവർ ഉണ്ട്. അപ്പോൾ ഈ ലിവർ ഇച്ചിരി പൊക്കിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് പൊങ്ങി തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ ലിവർ ഇച്ചിരി താത്തി കഴിഞ്ഞാൽ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് താന്നിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ട് അനുസരിച്ച് നമുക്കിത് ഓടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വണ്ടിക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ മാനുവലി കാറ് സ്റ്റാർട്ട് ചെയ്യുന്നത് കീസ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കീ വേണം, പക്ഷേ ഇതിൽ നമ്മൾ കീ ഇട്ട് തിരിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സിസ്റ്റത്തിനെ പുഷ് ബട്ടൺ എന്നാണ് പറയുന്നത്. ഇതിന് കീ വേണ്ടെന്നല്ല, കീ കാറിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാകണം, എന്നാലേ ഈ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് സ്റ്റിയറിങ്ങിൽ തന്നെ വരുന്ന കൺട്രോൾസിനെ പറ്റി നമുക്ക് പറയാം. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ക്രീൻ കാണാൻ കഴിയും. 7 ഇഞ്ചസിൻ്റെ ഒരു സ്ക്രീനാണ്. അതിൽ നമുക്ക് എന്തെങ്കിലും മ്യൂസിക് കേൾക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന ഒരു
ബട്ടൺ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടണിൽ പ്ലസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വോളിയം കൂട്ടുകയോ മനസ്സാക്കി കഴിഞ്ഞാൽ കുറയ്ക്കുകയും ചെയ്യാം. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് കോൾസ് വരും. കോൾസ് പിക്ക് ചെയ്യാനുള്ളതും കട്ട് ചെയ്യാനുള്ളതും ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു ബാഡ്ജിങ്, മാരുതി സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെയാണ് SRSൻ്റെ എയർ ബാഗ് വരുന്നുണ്ട്. ഇവിടെ 2 എയർ ബാഗ്സാണ് ഇതിനകത്തുള്ളത്. ഇവിടെയാണ് ഇതിനകത്ത് എയർ ബാഗ്സ് വരുന്നത്. അതുകൂടാതെ തന്നെ ഇതിന് ക്രൂയിസ് കൺട്രോളർ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ക്രൂയിസ് കൺട്രോളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഹൈവേസിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു 80 km/h പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ക്രൂയിസ് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാലിൽ ഒന്നും ചെയ്യണ്ട, ആക്സിലേഷൻ കൊടുക്കേണ്ട, ബ്രേക്ക് കൊടുക്കേണ്ട, ക്ലച്ച് പിടിക്കേണ്ട. നമുക്ക് ഇവിടെ ഒരു ബട്ടൺ അതുകൊണ്ട് നമുക്ക് സ്പീഡ് കൂട്ടാനും 80 നിന്ന് 90, 90 നിന്ന് 100 അങ്ങനെ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു ക്രൂയിസ് കൺട്രോളർ നമുക്കിനി മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പരിപാടിയുള്ളൂ. ഈ ബ്രേക്ക് അങ്ങ് പിടിച്ചാൽ മതി. അപ്പോൾ ക്രൂയിസ് കൺട്രോൾ മാറും. സാധാരണ നമ്മൾ ആക്സിലേഷൻ ക്ലച്ചൊക്കെ പിടിച്ച് അങ്ങനെ പോകാമെന്നേ ഉള്ളൂ. അപ്പോൾ സീറ്റ് എന്ന് പറയാൻ നേരത്ത് നമുക്കിവിടെ സീറ്റ് ഹൈറ്റ് കൂട്ടാൻ പറ്റും. ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുകൂടാതെ തന്നെ എല്ലാ വണ്ടികളിലും വരുന്ന പോലെ തന്നെ ഇതിലുണ്ട്. സീറ്റ് ബാക്കിലേക്ക് നമുക്ക് അങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഉറങ്ങാനൊക്കെ പറ്റും. അതുകൂടാതെ തന്നെ അത് മാറ്റണമെങ്കിൽ ഇത് വലിച്ചാലും മതി, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. പിന്നെ അതുകൂടാതെ തന്നെ ഡോറിൽ തന്നെ പവർ വിൻഡോയാണ്. അപ്പോൾ അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഇത് പവർ സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വാട്ടർ ബോട്ടിലോ എന്തെങ്കിലും ചെറിയ ബുക്സോ കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഈ ഒരു സ്പേസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു 5 സീറ്റർ വണ്ടിയാണ്. ഫ്രണ്ടിൽ 2 സീറ്റും ബാക്കിൽ 3 സീറ്റുമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഒരു 5 അഡൽസിന് ഇവിടെ നിന്ന് പോവാം. 3 അഡൽസിന് ഇവിടെ ഇരിക്കാനും പറ്റും. ഒരു സീറ്റിൽ ഡ്രൈവർ പിന്നെ കോ പാസഞ്ചർ ഇരിക്കാനും സാധിക്കും. ഇതൊരു 5 സീറ്റർ വണ്ടിയാണ്. ബാക്കിൽ 3 അഡൽസിനും ഫ്രണ്ടിൽ 2 അഡൽസിനും ഇരിക്കാൻ പറ്റും. പക്ഷേ എല്ലാവരും ഇത് 4 സീറ്റർ വണ്ടിയാണെന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും ഇത് 5 സീറ്ററാണ്. പക്ഷേ 4 സീറ്ററായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഒരു 4 അഡൽസിനെ പോകാൻ പറ്റുന്ന ഒരു സ്പേസ് ഉള്ളൊരു വാഹനമാണ്. ലെഗ് സ്പേസും ഉണ്ട്, ബൂട്ട് സ്പേസും എല്ലാം ബാക്കിൽ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഒരു ആംറസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ, ജ്യൂസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മൾ ഒരു ആംറസ്റ്റും ഒരു കപ്പ് ഹോൾഡറും കൂടിയായിട്ട് ഇത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് എന്ന് പറയാൻ നേരത്ത് നമുക്ക് നല്ലൊരു കംഫർട്ടാണ്. നല്ല തലയൊക്കെ വെക്കാൻ പറ്റുന്ന നേരത്ത് നല്ലൊരു കംഫർട്ട് കിട്ടുന്നുണ്ട്. സുഖമായിട്ട് ഇതിൽ യാത്ര ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വേറെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മാരുതി സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് ഉണ്ട്. നല്ലൊരു മെറ്റൽ ഫ്രെയിമിലാണ് ഇവർ ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരു വിത്താര ബസ എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. അതൊരു മെറ്റൽ ഫ്രെയിമിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മാരുതി സുസുക്കിയുടെ ലോഗോ വരുന്നുണ്ട്. ഇതതിൻ്റെ ടൈപ്പ് ZDI+ ഇതിൻ്റെ ഒരു ബാഡ്ജിങ് ആണത്. അപ്പോൾ നമുക്ക് ഇനി ഡിക്കി കാണാം. അപ്പോൾ ഡിക്കി ആണെങ്കിൽ ഇവിടെ അടിയിൽ ഈ ഒരു ബാഡ്ജിങ്ങിൻ്റെ അടിയിൽ ഒരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്കി നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം അടിപൊളി നല്ലൊരു ബൂട്ട് സ്പേസൊക്കെ ഉള്ളൊരു സംഭവമാണ്. ഇതിലിപ്പോൾ ഒരു വലിയ 4-5 ബാഗ് വെക്കാൻ പറ്റും. ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പുതിയ ബ്രസ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വിത്താരയില്ല, ബ്രസ എന്ന പേരിൽ മാരുതി സുസുക്കി ഇറക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇപ്പോൾ ഗ്രാൻഡ് വിത്താര എന്ന പേരിലും ഈ ഒരു വണ്ടി ഇറക്കുന്നുണ്ട്. ഇത് 2016 മോഡലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ്. അപ്പോൾ ഇതിൻ്റെ എൻജിൻ ടൈപ്പ് വരുന്നത് DDIS എന്ന ഒരു എൻജിൻ ടൈപ്പാണ് ഇതിന് വരുന്നത്. കൂടാതെ തന്നെ ഇതിന് ഗ്ലോബൽ ആൻഡ് ക്രാഷ് ടെസ്റ്റിൽ 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് കണ്ട വണ്ടി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലത്തെ മോർ ഇൻഫർമേഷൻ കാർ വീഡിയോസിനും ബൈക്ക് വീഡിയോസിനും വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടർബോ കാർസ് നിങ്ങൾക്ക് വേണ്ടി അടുത്ത വീഡിയോ കൊണ്ടുവരുന്നത് വരെ ബൈ.